ആരടാ അത് പറിച്ചിനെ? കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണേന്നുള്ളത്. മിറാക്കിൾ ഫാം ഹൗസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ചേട്ടൻ കൂടെ ഉണ്ട്. നമുക്ക് ഈ സാധനങ്ങൾ നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും എല്ലാ പ്ലാന്റ്സും നമുക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് ഒരു ചേട്ടനാണ്. ചേട്ടാ പേര് പറഞ്ഞേ. എൻ്റെ പേര് ടോമി. ടോമി ചേട്ടനാണ് ഇന്നുള്ളത്. ബി ചേട്ടനൊക്കെ ബിസിയാണ്. അപ്പോൾ നമുക്കിന്ന് ടോമി ചേട്ടൻ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫാമിലെ മാൻഡറിൻ ഓറഞ്ചിൻ്റെ തോട്ടം. ഇത് നിറച്ച് കായ്ക്കും. ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പം, സൂപ്പർ മധുരം. ഇത് കൊലകുത്തി കായ്ക്കും. അതായത് ഫ്ലവർ വരണ എന്നാണെന്ന് ചോദിച്ചാൽ തളിര് വന്ന 2 ആഴ്ചക്കുള്ളിലൂടെ ഫ്ലവർ ഓക്കെ ആവും. അങ്ങനെ ഓൾ ടൈം കായാണ്. എല്ലാ സമയത്തും കായ്ച്ച് ഇങ്ങനെ നല്ല എങ്ങനെ പറയണമെന്ന് തന്നെ അറിയില്ല, ഒരു വിഭവസമൃദ്ധമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. ഇപ്പം നമ്മുടെ ഭാഗ്യക്കേടിന് ഇവിടെ പഴുത്തതൊന്നുമില്ല, എല്ലാം മൂത്ത് തന്നെയേ ഉള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന ടൈമിൽ എനിക്ക് ഇവിടുന്ന് പറിച്ചൊക്കെ തന്നായിരുന്നു. പക്ഷെ ഇന്ന് പറിക്കാനൊന്നും മൂത്തതില്ല. ഇനി നമ്മൾ ഇതിലെ കടന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ചേട്ടന് പറഞ്ഞ പറിച്ചുകൊണ്ട് വന്ന്, പക്ഷെ ഇത് ചെറുതായിട്ടൊന്ന് വാടിയതായതുകൊണ്ട് നമ്മൾ അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ഇത് പഴുത്തതല്ല, ചെറിയ വാട്ടല് പിടിച്ചതാണെന്ന് തോന്നുന്നു. പഴുത്തതില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും തപ്പി തേടിയതാണ്. നമുക്ക് നോക്കാം ഇതിന് മധുരം ഉണ്ടോ ഇല്ലയോ എന്ന്. നോക്കിയ മോളെ, കുഞ്ഞും നോക്കിക്കേ മധുരം ഉണ്ടോന്ന്. ഇതാണ് നമ്മുടെ റെഡ് ഡയമണ്ട് ഗുവ എന്ന് പറഞ്ഞ പേര. ഇത് ശരാശരി ഒരു 500 ഗ്രാം 600 ഗ്രാം ഒക്കെ തൂക്കം കിട്ടുന്നുണ്ട്. ഇപ്പം പേരയ്ക്ക എല്ലാം തീർന്ന് നിൽക്കുന്നതാണ്, പുതിയതുണ്ടായി വരുന്നതൊക്കെ ഉള്ളൂ. അപ്പം എല്ലാ സമയത്തും എല്ലാ കായും ഒരുപോലെ തൂക്കമൊന്നും വരില്ല, എങ്കിൽ പോലും ഒരു ശരാശരി ഒരു 500 ഗ്രാം ഒക്കെ തൂക്കം വരുന്നുണ്ട്. അത് ഉള്ളു നല്ല ചുമപ്പ്, സീഡ് കുറവ്, നല്ല മധുരം. അതാണ് ആ പേരയുടെ പ്രത്യേകത. നിറച്ചു കായ്ക്കും. ഇത് നാഗപ്പൂർ ഓറഞ്ച് എന്നും പറഞ്ഞ ഒരു ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഒരെണ്ണം നമ്മളിവിടെ ഇടയ്ക്ക് ഒരെണ്ണം മാന്തി വെച്ചതാണ്. ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചതാണ്. ഇപ്പോൾ ഇത് 2 വർഷം ആകുന്നേ ഉള്ളൂ നട്ടിട്ട്. കായ പിടിക്കാനുള്ള സമയമായി വരുന്നേ ഉള്ളൂ. ഇത് ബാരിസിറ്റ് മാൾട്ട എന്ന് പറഞ്ഞ മൊസാമ്പി ടൈപ്പിലുള്ള ഒരു ഓറഞ്ചാണ്. അത് തൊലി പൊളിച്ചെടുക്കുകയല്ല, നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് ഞെളിക്കുന്നു. അപ്പോഴത്തേന് തൊലി തന്നെ വിട്ട് നമുക്ക് അല്ലി കിട്ടും. അത് നല്ല മധുരമാണ്. അത് കളർ മാറി വരുമ്പോഴേ കട്ട് ചെയ്താലും മധുരമുണ്ട്. ഇതും പുതിയ തൈകളാണോ? ഇതിൻ്റെ ചെറിയ വലുത് കായ്ച്ചതുണ്ട്. ഇത് വിയറ്റ്നാം മാൾട്ട ഓറഞ്ച്. ഇത് ഒത്തിരി പഴുക്കരുത്. അധികം പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അല്ലിയില ജലാംശം റിട്ടേൺ ഈ തോല് വലിച്ചെടുക്കും. അതുകൊണ്ട് ആവറേജ് ഒരു പഴുപ്പ് ആകുമ്പോഴേ നമുക്ക് പറിച്ചത് തൊലി പൊളിച്ചെടുത്ത് ഓറഞ്ചായിട്ട് ഉപയോഗിക്കാം. ജ്യൂസ് അടിക്കാനും, ഓറഞ്ചിലൊക്കെ ജ്യൂസ് അടിക്കാനായിട്ടൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല മധുരമാണ്. ഇത് ബത്താബി ഓറഞ്ച് എന്ന് പറയും. കമ്പിളി നാരങ്ങയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളറാണ്. ഇതേ കളർ വരും. ഇത് ഒലിവിൻ്റെ പ്ലാന്റുകളാണ്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒലിവ് ഇഷ്ടം പോലെ ഉണ്ട്. ഒലിവ് ഓയിലൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു 6 പ്ലാന്റോളം ഇവിടെ ഇരുന്ന് കായ്ച്ചായിരുന്നു. അത് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ്. ഇത് നല്ല കൂടുതൽ പൈസ മുടക്കിയൊക്കെ വീട് വെക്കുന്നവരെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 പ്ലാന്റൊക്കെ വെച്ച് വളർത്തുന്നുണ്ട്. ഇപ്പം അങ്ങനെ നമുക്കിപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെയൊക്കെ. ഇത് ബ്രസീലിൻ്റെ മിൽക്ക് ഫ്രൂട്ട് ഒരു വെറൈറ്റിയാണ്. മിൽക്ക് ഫ്രൂട്ട് സാധാ മിൽക്ക് ഫ്രൂട്ട് നമുക്കുണ്ട്. ഇത് ബ്രസീലിയൻ മിൽക്ക് ഫ്രൂട്ട്. അതായത് അതിൻ്റെ കായ്ക്ക് വെളുപ്പ് കളറാണ്. ഒത്തിരി വലിപ്പം ഉണ്ടാകില്ല, നല്ല മധുരമാണ്. ഈ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇത് തായ്ക്കിങ് ഞാവല്, അതായത് ഒരു വിരലടുത്ത് നീളം, ഒരു
വിരലോളം നീളമുണ്ട്. അതായത് നല്ല സീഡുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ മധുരമാണ്. ബ്ലാക്ക് കളർ വരും, ഒരു ഷെയ്ഡ് ഒരു റോസ് കളറും കൂടി ചേർന്ന് വരും. ഇത് മക്കഡോമിയ നട്ട്, ഒരു കീ കൊണ്ട് പൊട്ടിച്ചെടുക്കുന്ന ഒരു ഫ്രൂട്ട്സാണ്. അത് ബദാമിൻ്റെ ഒക്കെ ഒരു പതിപ്പ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തൈകൾ നമുക്ക് ഇവിടെ ഉണ്ട്. കായ്ച്ച തൈകളും നമുക്ക് കാണാനുണ്ട്. കായോട് കൂടി നിൽക്കുന്ന തൈയുടെ ഒക്കെ വീഡിയോ എടുത്തു വരാം. അങ്ങോട്ട് നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമുക്ക് സെയിലിനുള്ള തൈകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് മുള്ളില്ലാത്ത ബ്ലാക്ക്ബെറിയാണ്. ഇത് സൂപ്പർ മധുരം, ഇഷ്ടം പോലെ കായ്ക്കും. ഇത്ര ചെറുപ്പത്തിൽ തന്നെ കായ്ച്ച് ഇത് കൊല കുത്തി കായ്ക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 2 മാസത്തോളം ആയതേ ഉള്ളൂ ഈ പ്ലാന്റ്. ഇപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങി. അവക്കാഡോയുടെ പ്ലാന്റുകൾ. ഇത് 1.5 വർഷമായ പ്ലാന്റ്. നമ്മൾ ഈ പോട്ടിനകത്തേക്ക് വെച്ച് ഒരു ചെറിയ തൈ എടുത്ത് വെച്ചിട്ട് 1.5 വർഷമായതേ ഉള്ളൂ. ഇതിലെല്ലാം കായ്ക്കുന്നുണ്ട്. ഇതുകൊണ്ട് കായ്ച്ചിട്ട് ഇത് പൊഴിഞ്ഞു പോയതാണ്. ഇവിടെയൊക്കെ കായ ഉണ്ടായിരുന്നു, അത് ആരോ പറിച്ച് കളഞ്ഞു. ഇപ്പോഴും അതിൽ പൂക്കുന്നുണ്ട്. കാ പിടിച്ചതും താഴെ നിൽപ്പുണ്ട്. അങ്ങോട്ട് നമ്മൾ പോകുന്നു. ഇവിടെ കവർ ചെയ്ത് പോകുമ്പം ഇതും കൂടെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തൈകളെല്ലാം ഇതിൻ്റെ എല്ലാം തൈകൾ നമുക്ക് അവൈലബിളാണ്. 600 രൂപ, 650 രൂപയുടെ തൈകളുമുണ്ട്, 300 രൂപയുടെ തൈകളുമുണ്ട്. ഇത് ഈജിപ്ഷ്യൻ ഗുവ, ഒരു പുളിപ്പും മധുരവും കൂടെ ചേർന്ന ഒരു ടേസ്റ്റ്. ഇഷ്ടം പോലെ കായ്ക്കും. ഇതിൻ്റെ എല്ലാം തൈകൾ നമുക്ക് അവൈലബിളാണ്. ഇത് വൈറ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞ ഗുവയാണ്. ഇതിനകത്ത് സീഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടില്ല. 1-2 സീഡ് കാണും, അത്രേ ഉള്ളൂ. ഇത് ബ്ലാക്ക് ഡയമണ്ട്, പേരയിൽ നമ്പർ 1 ഐറ്റമാണ്. അത് നമ്മളിവിടെ കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ വെച്ചിട്ടും അധികമായില്ല. പുതിയ വെറൈറ്റി വന്നതാണ്, അധികം നാളായിട്ടില്ല. ഇതൊക്കെ അധികം കാലതാമസമില്ലാതെ തന്നെ കായ്ക്കുന്ന പ്ലാന്റുകളാണ്. ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം. ഇത് ഹൈ റേഞ്ചിനേക്കാളും ലോ റേഞ്ചിലാണ് കൂടുതൽ കായ്ക്കുന്നത്. അത് ഇഷ്ടം പോലെ കായ്ക്കും. ഒരു ഓവൽ ഷേപ്പാണ് കായ്ക്ക്. നല്ല മധുരമാണ്. റെഡ് ഡയമണ്ട് പോലെ തന്നെ. അത് ഓരോ കാലാവസ്ഥയുടെയാണ്. ലോ റേഞ്ചിലേക്ക് പോകുമ്പോൾ തന്നെ ഇവൻ നന്നായിട്ട് കായ്ക്കുന്നു. ഹൈ റേഞ്ചിൽ ഇച്ചിരി മടുപ്പ്. അതേസമയം റെഡ് ഡയമണ്ട് ഗുവയാണെങ്കിൽ ഹൈ റേഞ്ചിലാണ് ഉയർന്ന നിലവാരത്തിൽ അവൻ കായ്ക്കുന്നത്. ഇത് വാനിലയുടെ പ്ലാന്റുകളാണ്. നമുക്കിപ്പോൾ ഇത് കായായി, ഇനിയിപ്പോൾ മൂക്കാൻ പരുവായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വാനില വെച്ച് കഴിഞ്ഞാൽ അതിനെ കായ്ക്കാറായ ഏതാണ്ട് ഒരു പ്രായമായി കഴിയുമ്പോൾ കായ്ക്കും. കായ്ച്ച പൂ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പൂവിൻ്റെ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കണം. അതായത് അതിൻ്റെ പൂവിൻ്റെ ഇതളുണ്ട്, ആ ഇതള് ഒരു ഈർക്ക് കൊണ്ട് അകത്തിയിട്ട് തിരിച്ചതിൻ്റെ പൂമ്പൊടി അങ്ങോട്ട് വെച്ചിട്ട് ഒരു അമക്ക്, ആ ഈർക്കിളി കൊണ്ട് തന്നെ ഒന്ന് അമക്കി കൊടുത്താൽ മതി. ആ പരാഗണം ഓക്കെ ആയി. അത് വെയിലാകുന്നതിന് മുമ്പ് തന്നെ 10 മണിക്ക് മുൻപ് ആ പരാഗണം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ അത് സക്സസ് ആവുകയാണ്. ഇത് മാതള നാരകം, അത് അനാറിൻ്റെ പ്ലാന്റുകളാണ്. ഇതിൻ്റെ കായ്ച്ചത് നമുക്ക് പറമ്പിൽ താഴെയൊക്കെ നട്ടത് കായ്ച്ചിട്ടുണ്ട്. ഇവിടെയും പൂ ഇട്ട് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ കടന്നു വന്നപ്പോൾ നമ്മളിവിടെ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ കൂടുതൽ നിന്നുകൊണ്ട് അവിടുന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് പോവുകയാണ്. അത് പരിചയപ്പെടുത്തുന്നു. അപ്പുറത്ത് താഴെ ചെല്ലുമ്പം കായ്ച്ച് നിൽക്കുന്നതും പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇത് ഈജിപ്ഷ്യൻ ഫിഗ്, ഡയറക്റ്റായിട്ട് കഴിക്കാം. ഒരു പേരയ്ക്ക കഴിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ നമുക്കിത് ഇതിൻ്റെ മൂടൊന്ന് പൊട്ടും. മൂട് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് കഴുകി നമ്മൾ പേരയ്ക്ക എങ്ങനെ കഴിക്കുന്നു അങ്ങനെ തന്നെ കഴിക്കാം. ഇത് ഒരു മുട്ടയിൽ ഒരു കായേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഓരോ മുകളങ്ങളുണ്ട്, അവിടെ ഓരോ കായേ ഉണ്ടാവുള്ളൂ. ഇത് തണലത്തിയല്ല, നമുക്ക് എപ്പം വേണേലും പ്രൂൺ ചെയ്ത് ചെടിയെ ഒതുക്കിക്കൊണ്ടും വരാം. ഹൈറ്റ് കൂടുതലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് ഒരടി മേളിൽ വെച്ച് കട്ട് ചെയ്ത് സാഫും ഫെവിക്കോളും കൂടി കുഴച്ച് ആ മുറിപാടിൽ അപ്പോൾ തന്നെ പുരട്ടിയാൽ മതി. ഇത് അതിൻ്റെ ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ പൊട്ടി ചെടി ഓക്കെ ആയി വരും. ഇത് സീഡ്ലെസ് ലെമൺ നാരകം. ഇതിൻ്റെയും തൈകൾ ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെയും കായോടുകൂടി നിൽക്കുന്ന പ്ലാന്റുകൾ വേറെ ഉണ്ട്. നമുക്കത് അങ്ങോട്ട് പോകാം. ഇതിൻ്റെ എല്ലാം തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് സൂര്യനാം ചെറി, ഇഷ്ടംപോലെ കായ്ക്കും. നല്ല മധുരമാണ്. റെഡ് കളർ കണ്ടില്ലേ, നിറച്ച് പൂത്തിരിക്കുകയാണ്. അത് മുഴുവൻ കായായിട്ട് വരും. റെഡ് കളറിൽ നിൽക്കും. ഇത് മിൽക്ക് ഫ്രൂട്ട്, ഇഷ്ടം പോലെ കായ്ക്കുന്നതാണ്. ഇത് ചെറിയൊരു പ്ലാന്റാണ്, എന്നാലും ഇതിൽ 3-4 കായ പഴുത്ത നമ്മൾ പറിച്ചതാണ്. ഇനിയിപ്പോൾ ഒരു കായും കൂടി ഇതിലിപ്പുണ്ട്. ഇതൊക്കെ ഒരു മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിൽക്കിൻ്റെ തന്നെ ഒരു ടേസ്റ്റ്
ആണ്. അത് നമുക്ക് കൂടുതൽ കായ്ച്ച പ്ലാന്റ് താഴെ നിൽപ്പുണ്ട്. ഇത് അബിയുവിൻ്റെ പ്ലാന്റാണ്. ഇത് നിറച്ചിപ്പോൾ പൂത്തിരിക്കുകയാണ്. ഇതിൽ അങ്ങും ഇങ്ങൊക്കെ കായപ്പം പിടിച്ചതും കാണും. ഇപ്പോൾ നിറച്ച് പൂവാണ് നിൽക്കുക നിലവിൽ. ഇതിലൊക്കെ പോവാണ്. ഇത് മുഴുവൻ പൂവാണ്. അത് മുഴുവനൊന്നും പിടിക്കില്ല, കുറച്ച് കൊഴിഞ്ഞു പോകും, കുറച്ച് പിടിക്കും. എങ്കിലും എണ്ണത്തേൽ കണ്ടമാനം പിടിച്ചിരിക്കും. നല്ല മധുരമാണ്, കരിക്കിൻ്റെ ടേസ്റ്റ്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം സെൻട്രലിലൊരു സീഡുണ്ട്. ആ സീഡിയാക്കാം. ഇത് കുഴിച്ചിട്ടൊക്കെ തയ്യാക്കി വരും. ഈ വലിയ മരം അത് ലോങ്ങൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് പ്ലാന്റാണ്. അത് നമുക്ക് വർഷം ഒരു 6-7 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സീഡിട്ട് കിളിപ്പിച്ച് കൊണ്ടുവന്ന ഒരു തയ്യ. അത് ഇപ്പോഴാണ് അതിനെ കായ്ക്കാൻ സമയമായത്. അതുകൊണ്ട് നിറച്ചിപ്പോൾ പൂത്തിരിക്കുകയാണ്. നല്ല വെറൈറ്റി, നല്ല നല്ല സൈസ് ഫ്രൂട്ട്സ്. ഇത് നമ്മൾ സ്വീറ്റ് ലൂബി, ലോലോനിക്ക എന്ന് പറഞ്ഞ് പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫ്രൂട്ട്സ് തന്നെ. ഇതിൻ്റെ അകത്ത് ചെറിയ കുരുവുണ്ട്. ഇപ്പം ഇത് പഴുത്താൽ പോലും ഇതിനകത്ത് ഒരു ബ്രൗൺ കളർ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴുത്ത് കഴിയുമ്പോൾ പറിക്കാം. എന്നിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ കുരുവുണ്ട്, അത് തുപ്പിക്കളയുക, നമുക്ക് കഴിക്കുക. നല്ല ഒരു മധുരമുണ്ട്, ചെറിയൊരു ഓവർ മധുരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മുടെ ബാരിസിറ്റ് മാൾട്ട 1 എന്ന് പറഞ്ഞ ഓറഞ്ചാണ്. ഇത് നമ്മൾ കട്ട് ചെയ്താണ് കഴിക്കുന്നത്. നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഞെളിച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ തോല് നമുക്ക് ഇളക്കി പോവും. നമുക്ക് അതിൻ്റെ അല്ലി കഴിക്കുകയും ചെയ്യാം. പച്ച കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല മധുരം. ഇതിൻ്റെ ആ ഒരു ലോഗോ പോലെ കണ്ടോ, അതിൻ്റെ ചുവട്ടിലൊരു അടയാളമുണ്ട്, ഒരു റൗണ്ട്. അതാണ് അതിൻ്റെ ഒറിജിനൽ സാധനമാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. മിറാക്കിൾ ഫാമിൽ അത് ഇഷ്ടം പോലെ ഇതിൻ്റെ തൈകൾ അവൈലബിൾ. ഇത് മക്കോട്ട ദേവ എന്ന് പറഞ്ഞ ഒരു, ഇത് ഫ്രൂട്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സ് അല്ല. കളർ കണ്ടു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നും, പക്ഷേ ഫ്രൂട്ട്സ് അല്ല. ഇത് മാങ്ങ അരിഞ്ഞുണങ്ങുന്ന പോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞുണങ്ങുക. പഴുത്ത് കഴിയുമ്പോൾ പറിച്ചിട്ട് ഈ കളർ വന്നു കഴിയുമ്പോൾ പറിക്കണം. പറിച്ച് അരിഞ്ഞുണങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞുണങ്ങുക. എന്നിട്ട് ഒരു 5 അല്ലി 6 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് തണുക്കാൻ വെച്ച് കുടിക്കുക. ഷുഗർ ഉള്ളവർക്ക് ഷുഗറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ബ്ലാക്ക്ബെറി. ഇതാണ് ഇവിടുത്തെ ബ്ലാക്ക്ബെറി കായ്ക്കുന്നത്. പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് ബ്ലാക്ക്ബെറി കായ്ക്കുന്നില്ല. ഇത് കായ്ക്കാൻ ചെറിയൊരു പണിയേ ഉള്ളൂ. ഇതിൻ്റെ ഇളത്ത വള്ളികളെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ഇത് മുള്ളുണ്ട്, അത് ഗ്ലൗസൊക്കെ കയ്യിലിട്ട് ചെറിയ വള്ളി കൊണ്ട് കൊടി കെട്ടി, എങ്ങനെ താങ്ങുകാലിൽ കൊടി കെട്ടുന്നോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടവഴി വള്ളി കടത്തിയിട്ട് കെട്ടി നിർത്തുക. എന്നിട്ട് ഇളത്ത വള്ളി കട്ട് ചെയ്ത് കളയുക. ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 5 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഹോർമോണും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കായ്ക്കുക എന്ന് പറയുന്ന ബ്ലാക്ക്ബെറി ഇഷ്ടം പോലെ കായ്ച്ചിരിക്കും. ഇതാണ് ഈജിപ്ഷ്യൻ മൊസംബി. ഇഷ്ടം പോലെ കായ്ക്കും. സൂപ്പർ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടും മധുരമാണ് ഇതിൻ്റെ. ഇത് മക്കഡോമിയ നട്ട്. ഇത് നമ്മളൊരു പ്ലാന്റ് ഇവിടെ നട്ടിരിക്കുന്നതാണ്. എയർ പ്രൂണിങ് ബോട്ടിനകത്ത് വെച്ച ഒരു തയ്യ്. അത് ഇപ്പോൾ ഇത് കായ്ച്ച്, ഇത് പല പ്രാവശ്യം പല തിരിയും കായ്ച്ച് ഇതിൻ്റെ കായ തീർന്നു, ഇതെല്ലാം തീർന്നു, ഇത് തീർന്നു, ഇതൊക്കെ തീർന്നതാണ്. ഇത് പുതിയത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ സൈഡിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് മക്കഡോമിയ നട്ട് എന്ന് പറഞ്ഞൊരു നട്ട്സ് വർഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ഇതെല്ലാം ബാരിസിറ്റ് മാൾട്ടയുടെ വലിയ പ്ലാന്റുകളാണ്, കായ്ച്ച പ്ലാന്റുകൾ. അത് തൈക്ക് പലതിനും പല വിലയാണ്. വലുപ്പം അനുസരിച്ച് വരും. ഇത് 11,000 വരെ വിലയൊക്കെ ആകുന്ന തൈകളാണ്. ഒരു 9 അടി 10 അടി പൊക്കമൊക്കെ വരുന്നുണ്ട്. നിറച്ച് കായോട് കൂടി നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊന്നും അധികം തൈ ഇനി നിലവിൽ നമുക്ക് സ്റ്റോക്കില്ല. ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഒരു 3-4 പ്ലാന്റോളം കസ്റ്റമേഴ്സ് പൈസ തന്നിട്ട് പോയിരിക്കുന്നതാണ്. ഇത് നാഗപ്പൂർ ഓറഞ്ച്, നമ്മൾ സാധാ കടയിൽ കിട്ടുന്ന തൊലി ചുളുങ്ങിയ വലിപ്പമുള്ള ഓറഞ്ച്. അതിൻ്റെ തൈകളെല്ലാം നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. 5 അടി പൊക്കവും. ചെറിയ തൈകൾ വേണം, ചെറിയ തൈകളുണ്ട്, വലിയ തൈകളുണ്ട്, കായ്ക്കാറായ തൈകളുണ്ട്, ഇങ്ങനെ പലവിധം തൈകളുണ്ട്. ഇതാണ് നമ്മുടെ മാതളനാരകം കായ്ച്ചു നിൽക്കുന്നത്. ഇതുപോലെ മാതളനാരകം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടി വെച്ചാൽ എല്ലാ മാസത്തിലും ഒരു ഫംഗിസൈഡ് കൊടുക്കണം. ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിയുമ്പം ഏതെങ്കിലും ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചുവട്ടിൽ മൈക്രോ ഫുഡ് ഇട്ട് നനച്ച് കൊടുക്കണം. വീണ്ടും ഒരു 5 ദിവസം കഴിയുമ്പോൾ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏത് പ്ലാന്റും പൂവിടും, കായ്ക്കുകയും ചെയ്യും. പലയിടത്തും പരാതി, അനാറ് പൂ ഉണ്ടാകുന്നില്ല,
പൂ പൊഴിഞ്ഞു പോവുകയാണ്, കാ കറുത്തു പോവുകയാണ്, പൊട്ടിക്കറി പോവുകയാണ്, ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ. അതിൻ്റെയൊക്കെ കാരണം ചെടിയിൽ നിലവിൽ ഫംഗസ് ഉണ്ട്. ഫംഗസ് പൂർണ്ണമായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ചെടി കായ്ക്കുള്ളൂ. അപ്പം ഒരു പൂ വിരിഞ്ഞ് കായായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡാണ് ഫസ്റ്റിലെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വളവും ചെയ്യണം, മറ്റ് കീടനാശിനികളെല്ലാം ചെയ്യണം. എല്ലാം അതിനെ സംരക്ഷിച്ചാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് ഇതുപോലെ കായ്ക്കും. നല്ല സൂര്യപ്രകാശം കിട്ടണം. എന്നാൽ നമ്മൾ ചെടിക്ക് നന്നായിട്ട് വേനൽക്കാലം ആകുമ്പോൾ നനവ് കൊടുക്കണം. പിന്നെ ഫംഗിസൈഡ്, കീടനാശിനി, വളപ്രയോഗം ഇതെല്ലാം നമ്മൾ യഥാസമയങ്ങളിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇഷ്ടംപോലെ കായ്ക്കും. ഇത് വൈറ്റ് ഞാവൽ, ചവർപ്പില്ല, ഇഷ്ടം പോലെ കായ്ക്കും. നമുക്ക് എത്ര വേണേലും കഴിച്ചാൽ ഒരു മടുപ്പും തോന്നില്ല, അതുപോലെ കായ്ക്കും. ഇത് നമ്മുടെ ബ്രസീലിയൻ മൾബറി, നല്ല തിരിനീളമാണ്. ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ ഒരു 8-10 കായും കുറയാത്ത തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് നല്ല മധുരമാണ്, നല്ല പഴുത്ത് കഴിഞ്ഞാൽ സൂപ്പർ മധുരമാണ്. ഒരു മൊസാമ്പിയ, അതായത് ബാരി സീറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മൊസാമ്പിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ടോപ്പ് വിലയുള്ളതാണ്. ഇതിന് ഇപ്പോൾ 3000 രൂപയ്ക്ക് ഇരിക്കുന്ന തൈകളെ, ഒരു 5 അടി പൊക്കത്തിലുള്ള തൈകളാണ്, നല്ല ബുഷായിട്ടിരിക്കുന്ന തൈകളെ. ഇതേ പോട്ടിനകത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ 5000 രൂപയ്ക്കൊക്കെ തൈ സെയിലാകുന്ന തൈകളാണ്. അത് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ബന്ധപ്പെടുക. ഇതിൻ്റെ ചെറിയ തൈകളുമുണ്ട്, വലിയ തൈകളുമുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന മിറാക്കിൾ എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പഴുത്ത ഒരു കായ പറിച്ച് കഴിച്ചിട്ട് എത്ര പുളിയുള്ള സാധനം കഴിച്ചാലും അന്നൊരു ദിവസം മുഴുവൻ മധുരിച്ച് തന്നെ നിൽക്കും. ആ ഒരു അവസ്ഥയിലുള്ള ഒരു ഫ്രൂട്ട്സാണ്. കണ്ടു കഴിഞ്ഞാൽ ലേശമേ ഉള്ളൂ, മതി, അത് മതി. അത് ഒറ്റ കായാൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് മധുരമായിട്ട് നിൽക്കാൻ പറ്റും. ഇത് ബ്ലൂ ജാവ എന്ന് പറഞ്ഞ ഒരു വാഴയാണ്, ടിഷ്യൂ കൾച്ചർ. ഇതായത് ചാരപ്പൂവൻ എന്ന് പറയും. അതിൻ്റെ നീല കളർ വരും, അതിൻ്റെ കായ്ക്ക് പോലും നീല കളർ വരും. അത് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. ഈ ഒരു ആപ്പിളിൻ്റെ പ്ലാന്റ് തന്നെ ഒരു മാസം മുമ്പ് ഒരു 40 കായിൽ കുറയാതെ പഴുത്ത കാ പറിക്കാൻ ഒത്തതാണ്. എല്ലാം ഞാൻ വലയ്ക്കകത്തിട്ടിരിക്കുകയായിരുന്നു. എല്ലാം മൂത്ത് പഴുത്ത് കസ്റ്റമേഴ്സിനും കൊടുത്ത് ഞങ്ങളും എല്ലാവരും പറിച്ച് കഴിച്ചതാണ്. അത് കഴിഞ്ഞുണ്ടായ കായ ഒരു കായും കൊടുത്ത് ഈ ഒരു കമ്പയറുണ്ടായിരുന്നു, അതും പറിച്ചു. അത് കഴിഞ്ഞ് ഉണ്ടാകുന്നു ഇഷ്ടം പോലെ. അവിടെ ഇവിടെയും എവിടെയെങ്കിലും പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പൂ പോലും പോകുന്നില്ല. അത് മുഴുവൻ കായായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ലെമൺ വൈൻ എന്ന് പറയും. ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഇത് വൈനിടാൻ കൊള്ളാം. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ ഒരു ക്ഷീണം മാറും, ഒരു പുളി. അപ്പം ഒരു ലെമണിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ഉണർവ് കിട്ടും. ഇത് മാംഗോസ്റ്റിൻ്റെ പ്ലാന്റുകളാണ്. ഇതിൻ്റെ തൈകൾ നമുക്ക് ചെറിയ തൈകളുണ്ട്. 800 രൂപ മുതൽ 2000 രൂപ, 2500 രൂപ വിലയൊക്കെ വരുന്ന മാംഗോസ്റ്റിൻ്റെ പ്ലാന്റുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് ഇവിടെ കായ്ച്ച് കളറായിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതെല്ലാം നമ്മുടെ മാൻഡറിൻ ഓറഞ്ചിൻ്റെ പ്ലാന്റുകളാണ്. 1500 രൂപ, 1000 രൂപ, 800 രൂപ, ഇങ്ങനെ പല റേഞ്ചിലുള്ള തൈകൾ നമുക്ക് ഇവിടെ ആവശ്യത്തിന് കൊടുക്കാനുണ്ട്. പിന്നെ 350 രൂപയുടെ ഉണ്ട്, 500 രൂപയുടെ ഉണ്ട്. അത് ഏതാണ് കസ്റ്റമേഴ്സിന് ആവശ്യം അതനുസരിച്ച് നമ്മൾ ഒന്ന് ബന്ധപ്പെട്ടാൽ തൈകൾ കിട്ടുന്നതായിരിക്കും. ഇതുണ്ടോ ചെറിയ പ്ലാന്റ്, കൊറിയർ അയക്കുന്ന 250 രൂപയുടെ പ്ലാന്റുകളാണിത്. ഇവയൊക്കെ തന്നെ ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. മാസത്തിലൊരു മരുന്നടിക്കും, ഒരു ഫംഗിസൈഡ് കൊടുക്കും, ഒരു മാസത്തിൽ ഒരു വളം കലക്കി ഒഴിച്ചു കൊടുക്കുന്നു, ഇതിനും അല്പം ഒഴിച്ചു കൊടുക്കും, അത്രയും മാത്രമേ. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇത് വയലറ്റിൻ്റെ ഉണ്ട്, മഞ്ഞയുടെ ഉണ്ട്, മാവിൻ്റെ വെറൈറ്റികളാണ്. കാറ്റിമനുണ്ട്, ബാരി 11 മാംഗോ ഉണ്ട്. കാറ്റിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കോട്ടയം സൈഡിലൊക്കെ ഉണ്ടാകുന്ന പേരക്ക മാങ്ങ എന്ന് പറയുന്ന കർപ്പൂര മാങ്ങ എന്ന് പറയുന്ന മാങ്ങയായിരുന്നു ഈ കാറ്റിമൻ. അതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട്. റെഡ് ബനാനയുണ്ട്, ബാരി 11 ഉണ്ട്, നാംഡോക്ക്, മിയാസാക്കി, റെഡ് ഐവറി, കിങ് ഓഫ് ചക്കാവത്ത്, കസ്തൂരി ബ്ലാക്ക്, ഓൾ ടൈം മാങ്ങ. ഈ കസ്തൂരി ബ്ലാക്ക് വരെ നമുക്ക് ഫ്രൂട്ട്സിന് ഉപയോഗിക്കുന്നതാണ്. മറ്റേ ഓൾ ടൈം എന്ന് പറഞ്ഞത് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ, അച്ചാറിടാൻ ഒക്കെ ഉള്ളൂ. ഇതുണ്ട് ചെറിയ പ്ലാന്റുകൾ കായോടുകൂടി നിൽക്കുന്നു. ഇതാണ്. ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഹോർമോണൊന്നും അടിച്ചു കൊടുത്ത് പിടിപ്പിച്ചതല്ല. ഇതൊക്കെ അതിൻ്റേതായ രീതിക്ക് അത് കായ്ക്കുന്നു. ഇത് പഴുക്കോ? പഴുക്കില്ല. ഇത് നമുക്ക് അച്ചാറിടാനൊക്കെ ഉള്ളൂ. പഴുക്കില്ല. പിന്നെ 3 ടേസ്റ്റ്. ഇത് 3 ടേസ്റ്റാണ് ഇതിന്.
അതായത് ഒരു ഇളം പ്രായത്തിൽ ഒന്ന്, ഓരോ ഘട്ടത്തിൽ അതിൻ്റെ മൂപ്പ് വരുമ്പോൾ പഴുത്ത് വരുമ്പോൾ വേറൊരു ടേസ്റ്റ്, അങ്ങനെ 3 ടേസ്റ്റിലാണ് അത്. തായ്വാൻ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈ ചൂടുള്ള സ്ഥലത്തും ഈ തായ്വാൻ റെഡ് ഓക്കെ ആവും. അതുപോലെയുള്ള ഒരു മാംഗോ ആണ് തായ്വാൻ റെഡ്. ഇതെല്ലാം പുതിയ പുതിയ ബ്രാൻഡുകളാണ്. തോട്ടാപുരിയുണ്ട്, ഇമാം ബസന്ത്, പിന്നെ കാലാപ്പാടി, പിന്നെ ആപ്പിൾ റൊമാനി, ഇങ്ങനെ പിന്നെ കോട്ടൂർ കോണം, ഇങ്ങനെ പല പല വെറൈറ്റികൾ ആപ്പിൾ. നമുക്ക് മാവിൻ്റെ വെറൈറ്റികളുണ്ട്. 10-15 വെറൈറ്റികൾ മാവുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മാവിനൊക്കെ നമ്മൾ വില കുറച്ചിട്ടിരിക്കുന്നത്. നമുക്ക് 500 രൂപ 600 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന മാവും തൈകളൊക്കെ ഇപ്പം 350 രൂപ റേഞ്ചിൽ നമ്മൾ എല്ലാ തൈകളും തന്നെ കൊടുക്കുന്നത്. ഇത് മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഏറ്റവും ചെറിയ തൈകൾ, അതായത് 350 രൂപയ്ക്കൊക്കെ നമ്മൾ കൊറിയർ അയക്കുന്നതും. ഇത് കൊറിയർ അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതേ കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഇതിനെ 2-2.25 അടി ഹൈറ്റുണ്ട്. ആപ്പിളിൻ്റെ 500 രൂപയുടെ പ്ലാന്റുകളാണ്. ഇത് വെച്ചൊരു 3 വർഷം പരിപാലിച്ചാൽ ഈ ആപ്പിൾ കായ്ച്ചിരിക്കും. 2.5 വർഷം കൊണ്ടും കായ്ക്കുന്നുണ്ട്. 3 വർഷമൊക്കെ നല്ലപോലെ പരിപാലിച്ചാൽ ആപ്പിൾ ഓക്കെ ആവും. അത് നമ്മൾ ഡയറക്റ്റായിട്ട് മഴവെള്ളം വീഴരുത്. ആപ്പിളിന് മാത്രമല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കസ്റ്റമേഴ്സിൻ്റെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആപ്പിള് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റായിട്ട് മഴവെള്ളം വീഴരുത്, ചെടിയിൽ വീഴരുത്, ചെടി നിൽക്കുന്ന ആ തടത്തിലും വീഴരുത്. ഫംഗസ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. ഫംഗസ് ഉണ്ടായി കുമിൾരോഗമാവും. കുമിൾരോഗമായിട്ട് വേര് ചീഞ്ഞു പോവും. അങ്ങനെയാണ് ഈ ആപ്പിൾ പ്ലാന്റുകൾ കൂടുതലും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട 1-2 പ്ലാന്റൊക്കെ മേടിക്കുന്ന സാധാരണ ഒരു കൃഷിക്കാരൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വെള്ള പ്ലാസ്റ്റിക് 4 മൂലയ്ക്ക് കെട്ടുക. ഈ ആപ്പിളിൻ്റെ ടോപ്പിലേക്ക് 4 മൂലയ്ക്കും വലിച്ചു കെട്ടിയിട്ട് വലിച്ചാൽ മതി. ഇവൻ ചെടിയിലേക്ക് യാതൊരു കാരണവശാലും വെള്ളം വീഴുകയില്ല. അപ്പോൾ 6 മാസക്കാലം, മഴക്കാലം മാത്രം കയറി ഇതച്ചാൽ മതി. വേനൽക്കാലത്ത് ഒരു വിഷയമില്ല. ചൂടല്ല വിഷയം, ആപ്പിളിൻ്റെ മഴയാണ് വിഷയം. അതുകൊണ്ട് അങ്ങനെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പിളും ആർക്കും നഷ്ടപ്പെടുകയില്ല. കായ ആവശ്യത്തിന് കായ കിട്ടും. ഇത് നമ്മുടെ ബാംഗ്ലൂർ റെഡ് എന്ന് പറഞ്ഞൊരു മുന്തിരിയാണ്. സീഡുണ്ട്, പഴുക്കണം, റെഡ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറിലേക്ക് വരും. അന്നേരം നമ്മൾ പറിച്ച് യൂസ് ചെയ്യുക. ഇത് മുഴുവൻ ഇതിൻ്റെ വള്ളികൾ ഞാൻ പ്രൂൺ ചെയ്ത് ഇപ്പോൾ ഇവെല്ലാം പൂവായിട്ട് വന്നിരിക്കുകയാണ്. ഇലയും പൂവും കൂടെ ഒരേ സമയത്താണ് ഇറങ്ങി വരുന്നത്. അതിനൊരു ഫംഗിസൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം സ്പ്രേ ചെയ്യണം. വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ഹോർമോൺ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. തളിരുമില്ല, ഒന്നുമില്ല, വെറും ഉണക്ക കമ്പ് പോലെ നിന്നാണ്. ഇപ്പോൾ 15 ദിവസം കൊണ്ട് ഇതിൻ്റെ ആ ഷേപ്പ് ഒന്ന് മാറി. മൊത്തത്തിൽ മുന്തിരി ഓക്കെ. ഇവിടെ ഇരിക്കുന്ന പേരകൾ, ഇത് VNR, ഇത് തായ് 7, അത് തായ് 5. ഇതെല്ലാം 250 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം മധുരമുള്ളതാണ്. തായ് 7, തായ് 5 ഇവ വെള്ളപ്പേരയാണ്. VNR ഒരു പിങ്ക് കളർ വരും. എല്ലാം നല്ല മധുരമുള്ളതാണ്. ഇത് റംബുട്ടാൻ്റെ ഒരു മരമാണ്. ഇതിൽ അത്യാവശ്യം ഇപ്പം ഫ്ലവർ കഴിച്ചു. വർഷമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പ്രാവശ്യവും അതുപോലെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. J33 പ്ലാവ്, ജാക്ക് ഫ്രൂട്ട്, ഇതൊക്കെ 2 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റുകളാണ്. ഇപ്പം ചെറിയ തൈയായിട്ട് തോന്നിയാലും 2 വർഷം മതി ഒരു പ്ലാവ് കായ്ക്കാൻ. ഈ ഹൈബ്രിഡ് തൈകളൊക്കെ തന്നെ അങ്ങനെ കായ്ച്ചോളും പെട്ടെന്ന്. ഇതിൻ്റെ നല്ല മധുരമാണ്, ഇഷ്ടം പോലെ ഉണ്ടാകും. പഴുത്ത് കഴിക്കാനും വേപ്പും പുഴുക്കിനും എല്ലാം നല്ല ഒരു J33 നല്ല ജാക്ക് ഫ്രൂട്ടാണ്. ഇത് ബനാന ചിക്കു സപ്പോട്ട, ഒരു അത്യാവശ്യം ഒരു 3 ഇഞ്ച് നീളത്തോളം വരും ഇതിൻ്റെ കായ. നല്ല മധുരമാണ്. ഇത് കാലാപതി ചിക്കു, ഉരുളൻ, അതിൻ്റെ കായ, അതിനും നല്ല മധുരമാണ്. ഇവ രണ്ടും സെയിമാണ്. പക്ഷേ ഇങ്ങനെ ഈ ഇതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസമേ ഉള്ളൂ ഈ ചിക്കു തമ്മിൽ. ഇത് നമുക്ക് ഗോൾഡൻ സീതാപ്പൽ എന്ന് പറയും. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന തൈകളാണ്. ഇപ്പം തൈക്ക് വലിയ ലുക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൈയൊക്കെ നന്നായിട്ട് കായ്ക്കും. ഒന്ന് വളർച്ച ഈ കവറിനകത്തുനിന്ന് മാറി മണ്ണ് നട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ തൈക്ക് വേരോട്ടം കിട്ടി ചെടി ഓക്കെ ആവുള്ളൂ. ഇത് നല്ല മധുരമുള്ള ഒരു സീതപ്പഴമാണ്. ഇത് ലില്ലിപ്പില്ലി എന്ന് പറഞ്ഞ ഒരു ചെറിയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇതേ കായ, റോസ് കായ ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാകുന്നതാണ്. പിന്നെ തൈകൾ നമുക്ക് ലഭ്യമാണ്. ഇത് സീറ്റിംലി, മധുരപ്പുളി. ഇത് ഈ വയലറ്റ് പേരയല്ല, ബീട്രൂട്ട് പേര. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇത് ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞ് നല്ല മധുരമുള്ള ഒരു വെറൈറ്റി ചാമ്പയാണ്. ഇതിൻ്റെ വലിയ തൈ ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ തൈക്ക് 3500 രൂപ റേഞ്ച്. ഇതിൻ്റെ ചെറിയ തൈകൾ 400 രൂപയുടെ ഉണ്ട്, 250 രൂപയുടെ ഉണ്ട്. ഇത് പുതിയ ഇനം തെങ്ങിൻ്റെ തൈകളാണ്. DJ എന്ന
വർഗത്തിൽപ്പെട്ടത്. ഇത് ഇപ്പം കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും DJ എന്ന ഈ വർഗത്തിൽപ്പെട്ട തെങ്ങിൻ തൈയാണ് ഇപ്പം സുലഭമായിട്ട് കൃഷിക്കാരെ കൃഷി ചെയ്തു വരുന്നത്. ഇത് മാൻഡറിൻ ഓറഞ്ചിൻ്റെ തൈകളാണ്. ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം പക്കൊണ്ട്. ഇതിന് ഒരു 4000 രൂപ 3750 രൂപ വിലയ്ക്കൊക്കെ പോകുന്ന തൈകളാണ്. ഇത് നമ്മുടെ കട്ടപ്പനയിലുള്ള മിറാക്കിൾ ഫാമിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ തൈകളും ഇവിടെ അവൈലബിളാണ്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഏത് ദിവസം വന്നാലും കസ്റ്റമേഴ്സിന് ഈ തൈകളൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതേ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ തൈകളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവരൊരു മിറാക്കിൾ പോട്ട് ഉണ്ട്. മിറാക്കിൾ പോട്ട് എന്നല്ല എൻ്റെ പേര്. ഒരു മിറാക്കിൾ പോട്ട് ഉണ്ട്, പ്രൂണിംഗ് പോട്ട്, എയർ പ്രൂണിംഗ് പോട്ട്. അത് തന്നെ, അതും അടിപൊളി സാധനം ഉണ്ടാവും. ഞാൻ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടെറസ് ഗാർഡനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെടികൾ ഞാൻ ഇവിടുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ റെഡ് ഡയമണ്ടൊക്കെ ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന ടൈമാണ്. ചെറിയ തൈയാണ്, പക്ഷേ അത് പൂത്തിട്ടുണ്ട്. ഞാൻ 4 മാസമേ ഇവിടുന്ന് മേടിച്ചിട്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടൊന്ന് മേടിക്കാം. നമ്മുടെ കട്ടപ്പനയിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും മിറാക്കിൾ ഫാം ഹൗസ് എന്ന്. അങ്കമാലിലും ഉണ്ട് ഇപ്പോൾ ഇവരുടെ ഷോപ്പ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അങ്കമാലിയിൽ നിന്ന് മേടിക്കാം. പക്ഷേ ഇത്രയും ഫ്രൂട്ട് തൈകൾ നമുക്ക് കണ്ട് ഫ്രൂട്ട്സ് കാണാനുള്ള അവസരം ഇവിടെ കിട്ടുള്ളൂ. അവിടെ ആയി വന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഫ്രൂട്ട്സ് അവിടെ ആയി വന്നുള്ളൂ, പുതിയ തൈകളല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫാമാണ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനും നല്ലതാണ്, തൈകളും നല്ലതാണ്. അതുപോലെ ഇവരുടെ പോട്ടും സൂപ്പറാണ്. ഹോളുള്ള പോട്ടായതുകൊണ്ട് തന്നെ നല്ല വളർച്ച ചെടിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ നോക്കിയിട്ട് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള തൈകളൊക്കെ മേടിക്കാം.